ഇനി വരുന്ന ഗവൺമെൻറ് വേസ്റ്റ് മാനേജ്മെൻറ്റിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിലവിൽ നമുക്ക് കേരളത്തിൽ ഒരു സ്ട്രക്ചർ ഉണ്ട്. MCF, കളക്ഷൻ ഫെസിലിറ്റി, ഹരിതകർമ്മസേന എന്ന ഇതിനെല്ലാത്തിനും കൂടെ നമുക്ക് ഒന്നുകൂടെ റീസ്ട്രക്ചർ ചെയ്യാൻ പറ്റണം. ആ റീസ്ട്രക്ചറിങ് ചെയ്യുമ്പോഴാണ് ഇതിനൊരു 100% സക്സസ്സിലേക്ക് നമുക്ക് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. ഇൻഫ്രാസ്ട്രക്ചർ നിലവിലുള്ളത് വളരെ പരിമിതമായുള്ള സ്ക്വയർ ഫീറ്റ് നിന്ന് അതിന് മിനിമം 5000 സ്ക്വയർ ഫീറ്റിലേക്ക് മാറ്റാൻ പറ്റണം. റവന്യൂ മൾട്ടിപ്ലൈ എന്ന് വെച്ചാൽ ഹരിതകർമ്മസേനയ്ക്ക് പ്രോപ്പറായിട്ട് നിന്ന് സെഗ്രിഗേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ടെക്നോളജി, അവർക്ക് ആവശ്യമായുള്ള കൺവെയർ ബെൽറ്റ്, ബെയിലിംഗ് മെഷീൻ, ഇങ്ങനെ അടിസ്ഥാനപരമായിട്ടുള്ള എക്യുപ്മെന്റ്സ് സപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് കിട്ടുന്ന സമയത്ത് അവർ ഒന്നുകൂടെ ഇൻവോൾവ് ആവും. അതിലൂടെ അവർക്ക് റവന്യൂ കൂട്ടാൻ കഴിയും. ഹരിതകർമ്മസേന എന്നുള്ള ആ ഒരു ടീമിനെ നമുക്ക് 100% നമുക്ക് അവർക്ക് ഗ്രോ ലെവലിലേക്ക് അവരെ നിർത്താൻ കഴിയും. അവർക്ക് ഒരു പ്രൊഫഷണലായിട്ട് അവരെ മാറ്റാൻ കഴിയും. അവർ പ്രൊഫഷണലായി നിന്നാൽ മാത്രമേ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള മാലിന്യ സംസ്കരണം അല്ലെങ്കിൽ വേസ്റ്റ് മാനേജ്മെന്റ് പ്രോപ്പറായി കൈകാര്യം ചെയ്യും. നമ്മളിപ്പോൾ ഒരു സ്ഥാപനത്തിൽ ജോലി കിട്ടുന്നുണ്ടെങ്കിൽ ആ ജോലിക്കാർ നിലനിന്ന് പോകണമെന്നുണ്ടെങ്കിൽ അവർക്ക് അടിസ്ഥാനപരമായി അവർക്ക് അവരുടെ വരുമാനം വേണം. ആ വരുമാനം ഗവൺമെന്റ് ഉണ്ട് എന്ന് ഹരിതകർമ്മസേനയ്ക്ക് ഉണ്ട് എന്നുള്ള ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് ഇതിലൂടെ ഉദ്ദേശം വെക്കുന്നത്. ഹരിതകർമ്മസേനയ്ക്ക് ഈ പറഞ്ഞ ഫെസിലിറ്റി കൂട്ടുകയാണെങ്കിൽ നമുക്ക് നിലവിൽ എന്താണോ ഉള്ളത് അതിൻ്റെ ഒരു 2 മടങ്ങ് അല്ലെങ്കിൽ 3 മടങ്ങ് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അങ്ങനെ പോകുന്ന സമയത്ത് നമ്മളെ വേസ്റ്റ് പ്രോപ്പറായിട്ട് അത് മൂവ് ചെയ്ത് തുടങ്ങും എന്നുള്ളതാണ്.